മുഅ്മിനുകളെ, അള്ളാഹുവിന് തഖ്വ ഉള്ളവരായിരിക്കുവാൻ ഇഹപര ജീവിത വിജയം കരസ്ഥമാക്കുന്നതിന് വേണ്ടി അള്ളാഹുവിൻ്റെ വിധിവിലക്കുകളോട് ജീവിതത്തെ ക്രമപ്പെടുത്തുവാനും ചിട്ടപ്പെടുത്തുവാനും ജീവിതത്തിലുടനീളം അച്ചടക്കം പാലിക്കുവാനും സർവോപരി മുസ്ലിമുകളായി ജീവിച്ച് അതേ അവസ്ഥയിൽ മരണപ്പെടുവാനും ആഗ്രഹിക്കണമെന്നും അതിനായി യത്നിക്കണമെന്നും എല്ലാവരെയും ഉണർത്തുകയും ഉപദേശിക്കുകയും ചെയ്യുന്നു. മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഏറ്റവും അധികം വിശ്വാസികളുടെ ലോകത്ത് അനുസ്മരിക്കപ്പെടുന്ന ഒരു സന്ദർഭമാണിത്. നബിയുമായി ബന്ധപ്പെട്ട് ഏതാനും ചില കാര്യങ്ങൾ കഴിഞ്ഞ ഖുതുബയിൽ പ്രതിപാദിച്ചിരുന്നു. ലോകത്ത് ഇന്ന് കാണുന്ന മുസ്ലിം ബഹുജന ആധിക്യം 15 നൂറ്റാണ്ടുകൊണ്ട് വളർന്ന് ലോകമെമ്പാടും എല്ലാ ഭൂഖണ്ഡങ്ങളിലും മുഴുവൻ ഭൂപ്രദേശങ്ങളിലും ഇസ്ലാമിക സാന്നിധ്യം നമുക്ക് കാണാൻ കഴിയുന്നു. അത് ഓരോ നൂറ്റാണ്ട് കഴിയുന്തോറും അത് അഭിവൃദ്ധിയിലേക്ക് ചലിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഒരാൾ ഇസ്ലാമിലേക്ക് പ്രവേശിക്കുന്നത് 2 ഷഹാദത്തുകൾ ഒരുമിച്ച് സമ്മതിക്കുമ്പോഴാണ്. അതിലൊന്ന് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, എനിക്ക് അള്ളാഹു മാത്രമേയുള്ളൂ, അതുകൊണ്ട് എൻ്റെ അർത്ഥനകളും അർപ്പണങ്ങളും അള്ളാഹുവിനോട് മാത്രം, എൻ്റെ ഇബാദത്തുകളും പ്രാർത്ഥനകളും പ്രതീക്ഷകളും അള്ളാഹുവിൽ മാത്രം. 2 വ അഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്, മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അള്ളാഹുവിൻ്റെ ദൂതനാണെന്ന് ഞാൻ സാക്ഷിയാകുന്നു. രണ്ടാമത്തെ ഷഹാദത്ത് ആദ്യ ഷഹാദത്ത് പോലെ തന്നെ ജീവിതത്തിലുടനീളം സാക്ഷ്യപ്പെടുത്തിക്കൊണ്ടായിരിക്കണം ഒരു മുസ്ലിം ഷഹാദത്തിന് ശേഷം അല്ലാഹു അല്ലാതെ ഒരു ശക്തിയെയും കേന്ദ്രത്തെയും അവലംബിക്കാതെ ആശ്രയിക്കാതെ ജീവിതത്തെ പ്രതീക്ഷകൾക്ക് വേണ്ടി സമർപ്പിക്കാതെ അള്ളാഹുവിൽ മാത്രം പ്രതീക്ഷയർപ്പിച്ചും സമർപ്പിച്ചും ജീവിക്കണം. അതാണ് സത്യസാക്ഷ്യം എന്നതിൻ്റെ ഒരു വശം. രണ്ടാമത് നബിയെ ജീവിതത്തിൽ പകർത്തുകയും പ്രയോഗവൽക്കരിക്കുകയും മറ്റ് ജനങ്ങൾക്ക് മാതൃകയായി കഴിയുകയും വേണം എന്നതാണ് രണ്ടാമത്തെ ഷഹാദത്തിൻ്റെ പ്രത്യേകത. വിശുദ്ധ ഖുർആൻ അത്തരം ജീവിത രീതി ഉൾക്കൊള്ളുന്ന വിശ്വാസികളെ വളരെ ഉയർന്ന ഉത്തമമായ ഉത്കൃഷ്ട സ്വഭാവങ്ങളുള്ള ഒരു ജനതയായിട്ടാണ് ഖുർആൻ വിളംബരം ചെയ്തത്. കദാലിക ജഅൽനാകും ഉമ്മത്തൻ വസത്തൻ ലിതകൂനു ശുഹദാഅ അലന്നാസ് വയകൂനർ റസൂലു അലൈക്കും ഷഹീദാ. അപ്രകാരം നിങ്ങളെ അല്ലാഹു ഒരു മധ്യമ സമുദായമാക്കി, ഒരു സമൂഹമാണത്. ഉമ്മത്തൻ വസത്താണ്, മിതത്വമുള്ള, അതിരുകവിച്ചലില്ലാതെ ലോപങ്ങളില്ലാതെ മധ്യമ നിലപാട് സ്വീകരിക്കുന്ന ഒരു ഉമ്മത്ത്. കാരണം നിങ്ങളുടെ സാക്ഷ്യം അല്ലാഹുവിൻ്റെ റസൂലാണ്. ലിതകൂനു ശുഹദാഅ അലന്നാസ്, നിങ്ങൾ ജനങ്ങൾക്ക് സാക്ഷികളായി മാതൃകയായി തീരും. വയകൂനർ റസൂലു അലൈക്കും ഷഹീദാ, റസൂലുള്ള നിങ്ങൾക്ക് നേർക്ക് നേരെ സാക്ഷിയാവുകയും ചെയ്യും.
അപ്പോൾ മുസ്ലിമുകൾ അവരുടെ ജീവിതത്തെ കരുപ്പിടിപ്പിക്കുന്നതും രൂപപ്പെടുത്തുന്നതും ഭാവപ്പെടുത്തുന്നതും നബിയെ ശ്രദ്ധിച്ചും നബിയെ പഠിച്ചും നബിയിൽ നിന്ന് അനുകരിച്ചുമാണ് ജീവിക്കുക. അപ്പോൾ ഓരോ മുസ്ലിമുകളും മറ്റുള്ളവർക്ക് മാതൃകയായിത്തീരും. ഒട്ടനവധി മഹത്തുക്കൾ പ്രവാചകനെ വിലയിരുത്തിയത് നമുക്ക് വായിച്ചെടുക്കാം. പഠിച്ച ചിന്തയുള്ള വലിയ വലിയ മഹത്തുക്കൾ, ജനനായകർ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിലയിരുത്തുന്നത് ഏറെ കൗതുകം മാത്രമല്ല, നമുക്ക് ജിജ്ഞാസ വർദ്ധിപ്പിക്കുകയും ആഹ്ലാദം ജനിപ്പിക്കുകയും ചെയ്യും അത് കേൾക്കുമ്പോൾ. ടോയൻബിയെ പോലുള്ളവർ, അർണോൾഡ് ടോയൻബി, ആനി ബസന്റ്, ആൽബർട്ട് ഐൻസ്റ്റൈൻ, H.G. വെൽസ്, ഏറ്റവും അവസാനം 20-ാം നൂറ്റാണ്ടിലെത്തുമ്പോൾ മൈക്കിൾ H. ഹാർട്ടാണ്. ആനി ബസന്റ് 1.5 മണിക്കൂർ ഇന്ത്യയിൽ പ്രസംഗിക്കുന്ന ഒരു പ്രസംഗം നമുക്ക് ഇന്നും ശ്രവിക്കാൻ കഴിയും. ആ പ്രസംഗത്തിൽ ഇത് ഞാൻ സൂചിപ്പിക്കുന്നത്, അറിയുന്നവരും അറിയണമെന്നാഗ്രഹിക്കുന്നവർ അറിവുകളുടെ ലോകത്ത് എത്തിച്ചേരണമെന്നും ഉദാത്തമായ അറിവുകളുടെ ഉറവിടത്തെ കണ്ടെത്തണമെന്നും ആഗ്രഹമുള്ള നല്ലവരായ പഠിതാക്കൾ, അവരാണ് നബിയെ പഠിക്കുകയും വായിക്കുകയും ചർച്ചയ്ക്ക് വിധേയമാക്കുകയും നബിയെ അന്വേഷിക്കുകയൊക്കെ ചെയ്തിട്ട് പറഞ്ഞത്. അതിൽ വളരെ ഹൃദയസ്പൃക്കായ വാക്കുകളാണ് അവർ ഉണർത്തുന്നത്. മുഹമ്മദ് നബിയെ, നമ്മുടെ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിജി പോലും അദ്ദേഹത്തിൻ്റെ ഒരു ആരാധ്യ പുരുഷൻ എന്ന സ്ഥാനത്ത് അവരോധിക്കപ്പെട്ടത് 2-ാം ഖലീഫ ഉമർ റളിയല്ലാഹു അൻഹുവിനെയാണ്. അദ്ദേഹം സാമൂഹിക നീതി ഉറപ്പുവരുത്തി എന്ന് മാത്രമല്ല, മാനുഷികതയെ പിടിച്ചു നിർത്താൻ കെൽപ്പുറ്റ ഒരു ഭരണാധിപനായിരുന്നു എന്ന് വിലയിരുത്തിയതാണ് കാരണം. നബിയിൽ നിന്നാണ് പ്രചോദനം. ഉമർ റളിയല്ലാഹു അൻഹുവിനെയാണ് അദ്ദേഹം അതുകൊണ്ട് ഏറ്റവും വലിയ കേന്ദ്രമായി കണ്ടത്. 320 പേജാണ് മൈക്കിൾ H. ഹാർട്ട് എഴുതിയ പുസ്തകം. ലോകത്തെ ഒട്ടനവധി ഭാഷകളിൽ ഇന്ന് നിങ്ങൾക്ക് വായിക്കാൻ കിട്ടും. 100 മഹോന്നതരായ മഹത്തുക്കളെ അതിൽ വിധേയമായി ചർച്ചയ്ക്ക് വിധേയമാക്കിയിട്ടുണ്ട്. 100 പേരെ. അതിലൊരുപാട് നബിമാരുണ്ട്. ഇബ്രാഹിം നബിയുണ്ട്, മൂസ അലൈഹിസ്സലാമുണ്ട്, ക്രിസ്തു ഉണ്ട്, ശ്രീബുദ്ധനുണ്ട്, രാഷ്ട്രത്തലവന്മാരുണ്ട്, വലിയ സയൻറ്റിസ്റ്റുകൾ, ഗവേഷകർ, കണ്ടെത്തിയവർ, ഓരോ തിയറികൾ ലോകത്തിന് സമർപ്പിച്ചവർ, അങ്ങനെ കുറേ അധികം ആളുകളുണ്ട് അതിനകത്ത്. അപ്പോൾ 100 പേരെ വിവരിച്ച് മനസ്സിലാക്കുന്ന പുസ്തകത്തിൽ 320 പേജാണ്. എത്ര പേജ് വീതം ഓരോരുത്തർക്ക് വരുമെന്ന് നിങ്ങളൊന്ന് കൂട്ടി നോക്കാനാണ്. അതിൽ 16 പേജ് അള്ളാഹുവിൻ്റെ റസൂലിനെ വിലയിരുത്തുവാൻ ഉപയോഗിച്ചു എന്ന് പറഞ്ഞാൽ അത് ഈ വിജ്ഞാനത്തിൻ്റെ ആഴമറിയുന്നവർക്കാണ് അദ്ദേഹത്തിൻ്റെ സ്പർശം നമുക്ക് ബോധ്യമാവുള്ളൂ. നബിയെ എങ്ങനെയാണ് സ്പർശിച്ചത്? വിശുദ്ധ ഖുർആൻ ഒരുപാട് കാര്യങ്ങൾ നബിയെ സംബന്ധിച്ച് വിശ്വാസികളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നുണ്ട്. ഏതാനും ചില വാക്കുകൾ ഇവിടെ ഉണർത്തുന്നു. യാ അയ്യുഹല്ലദീന ആമനൂ ലാ തർഫഉ അസ്വാതക്കും ഫൗക സൗത്തിൻ നബിയ്യ് വലാ തജ്ഹറൂ ലഹു ബിൽ ഖൗലി കജഹീരി ബഅലിക്കും ലിബഅൽ അൻ തഹ്ബത അഅ്മാലുക്കും വഅൻതും ലാ തശൂറൂൻ. ഇതൊരു പഞ്ചപുച്ഛമടക്കി നബിയെ ഉൾക്കൊള്ളണം എന്ന് നിർദ്ദേശിക്കുന്ന ആയത്താണ്. അതിനകത്ത് ചോദ്യങ്ങളൊന്നുമില്ല, ഉത്തരവില്ല.
അള്ളാഹുവിൻ്റെ റസൂലിനെ രണ്ടാമത്തെ ഷഹാദത്തിൽ ഞാൻ അംഗീകരിക്കുന്നു എന്നത് ജീവിതത്തിൽ ഉടനീളം സാക്ഷിയാകുന്നു എന്ന് പ്രഖ്യാപിക്കലാണ്. അപ്പം നബിയാണ് എല്ലാത്തിനുമുള്ളത്. വിശ്വാസികളെ, നിങ്ങൾ നബിയുടെ സ്വാഭാവിക ശബ്ദത്തിനപ്പുറം നിങ്ങൾക്ക് ശബ്ദം ഉണ്ടാകരുത്, നിങ്ങൾക്ക് ഒച്ചയുണ്ടാകരുത്. നിങ്ങൾ പരസ്പരം സംസാരിക്കുമ്പോൾ ആ സാഹചര്യമനുസരിച്ച് ഉയർച്ച താഴ്ചകൾ ശബ്ദത്തിലുണ്ടാവും, ദേഷ്യം വരുമ്പോൾ പ്രത്യേകിച്ചും. നിങ്ങൾ പരസ്പരം ശണ്ട കൂടുകയോ ഒച്ചപ്പാടുണ്ടാക്കുകയോ ചെയ്യുമ്പോഴുള്ള പ്രകൃതം നബിയുടെ ശബ്ദത്തേക്കാൾ ഉപരി മദീനയിൽ ഉണ്ടാകരുത്. അതൊരു പ്രദേശത്തെയാണ് ഉൾക്കൊള്ളുന്നത്. ശബ്ദം താഴ്ത്തിയിരിക്കണം. എന്താ കാരണം? അൻ തഹ്ബത്ത അഅ്മാലുക്കും വഅൻതും ലാ തശൂറൂൻ. നിങ്ങളുടെ അമലുകളുടെ ഫലങ്ങളെല്ലാം നഷ്ടപ്പെട്ടു പോകും, നിങ്ങൾ അതറിയുകയില്ല. അപ്പോൾ ഒരു വിശ്വാസി തൻ്റെ ജീവിതത്തിൽ പ്രതീക്ഷയോടെ പരലോക വിജയത്തിന് വേണ്ടി നിർവഹിച്ചു കൊണ്ടിരിക്കുന്ന സൽക്കർമ്മങ്ങളുണ്ട്. അതിൻ്റെ ഫലങ്ങളെല്ലാം കേവലം ഒരു ശബ്ദമുയർന്നാൽ നഷ്ടപ്പെട്ടു പോകും. ഇപ്പോഴും നമ്മൾ ഖുർആനിൻ്റെ നേർക്ക് നേരെയുള്ളൊരു കൽപ്പനയാണ്. ഇത് നബിയുടെ ജീവിതകാലത്ത് മാത്രമാണോ, അതല്ല നബിയുടെ വഫാത്തിന് ശേഷവും ഉണ്ടോ? നബി വഫാത്തായിട്ട് ഇപ്പോൾ 15 നൂറ്റാണ്ടോളം ആവുകയാണ്. നബി ജീവിച്ചിരിക്കുമ്പോൾ നബിയുടെ മുൻപിൽ വിശ്വാസികൾ വളരെ അച്ചടക്കത്തോടെയാണ് സംസാരിക്കേണ്ടതും നിൽക്കേണ്ടതും ഇരിക്കേണ്ടതൊക്കെ. നബിയുടെ വഫാത്തിന് ശേഷം ശബ്ദം ഉയർത്തിക്കൂടെ? ജീവിതകാലത്ത് മാത്രമല്ല, വഫാത്തിന് ശേഷവും ഈ ആയത്തിലെ നിയമം എന്താണോ ശാസന, അത് അങ്ങനെ തന്നെയാണ് മദീനയിൽ നിലനിൽക്കുക എന്നാണ് തഫ്സീറുകളിലെല്ലാം ഉണർത്തിയിട്ടുള്ളത്. വളരെ ഭംഗിയായി ഈ ആയത്ത് വിവരിച്ചത് ഇമാം ഖാദി ഇയാദ് റളിയല്ലാഹു അൻഹുവിൻ്റെ അഷ്ഷിഫ എന്ന കിതാബിലാണ്. വളരെ നന്നായി അദ്ദേഹം വിവരിക്കുന്നുണ്ട്. ഭരണകർത്താക്കളാണെങ്കിൽ പോലും, ഭരണകർത്താക്കളാവുമ്പോൾ അവർക്കാണല്ലോ ആധിപത്യവും സ്ഥാനവും ഇച്ഛാശക്തിയൊക്കെ ഉണ്ടാകണത്. അപ്പോൾ ആ അവസ്ഥയിൽ അബ്ദുൽ മലിക്ക് പാരാവാരങ്ങളുമായി പട്ടാള നേതാക്കൾ, നിയന്ത്രജ്ഞരായ ആളുകൾ, അദ്ദേഹത്തിൻ്റെ അംഗരക്ഷകർ, അദ്ദേഹത്തോട് അടുപ്പമുള്ള ആളുകൾ, ഇവരൊക്കെയായിട്ടൊരു വലിയ സംഘം മദീനയിലേക്ക് വന്നതാണ്, നബിയുടെ പള്ളിയിലേക്ക്. അദ്ദേഹത്തിൻ്റെയാണ് ആ രാജ്യം മുഴുവനും ഒന്ന്. ആ രാജ്യമല്ല, അറബ് രാജ്യം മുഴുവനും അദ്ദേഹത്തിൻ്റെയാണ്. അത് രാജഭരണമാണ്. അപ്പോൾ കൂടെയുള്ളവരും അതേ അവസ്ഥയിൽ തന്നെയാണല്ലോ വരിക. രാജാവിൻ്റെ കൂടെ ആകുമ്പോൾ ഇവരും വലിയ സ്ഥാനത്തല്ലേ. അങ്ങനെ ശബ്ദബഹളമയമായ അവസ്ഥയിൽ വന്നപ്പോൾ ഇമാമു ദാറുൽ ഹിജ്റ എന്ന പേരിൽ ഒരൊറ്റ ആളെ ലോകത്തുള്ളൂ. അത് മാലിക് ബിൻ അനസ് റളിയല്ലാഹു അൻഹു ആണ്, മദീനയുടെ ഇമാം. അപ്പോൾ രാജാവിനോടൊന്നും ആരും ഒന്നും പറയാൻ തയ്യാറാവില്ല. വളരെ നിശിതമായ രീതിയിൽ ക്രൂദ്ധമായി രാജാവിൻ്റെ നേരെ നോക്കിയിട്ട് പറഞ്ഞൊരു വാക്കുണ്ട്, ലാ തർഫഅ സൗതക ഫീ ഹാദൽ മസ്ജിദ് ലി അന്നല്ലാഹ അദ്ദബ ഖൗമൻ ബി ഖൗലിഹി യാ അയ്യുഹല്ലദീന ആമനൂ ലാ തജ്ഹറൂ അസ്വാതക്കും ഫൗക സൗത്തിൻ നബി. ഈ ആയത്താണ് അദ്ദേഹം ഓതിയത്. നിങ്ങൾ ഈ പള്ളിയിൽ നിങ്ങളുടെ ശബ്ദം വെളിയിൽ കേൾക്കരുത്. രാജാവിനോടുള്ള പറച്ചിലാണ് കേട്ടോ. നിങ്ങളുടെ ശബ്ദം വെളിയിൽ വരരുത്. ഒരു ജനതയെ അള്ളാഹു അച്ചടക്കം പഠിപ്പിച്ചത് ഈ പള്ളിയിലാണ്. ലിഅന്നല്ലാഹ അദ്ദബ ഖൗമൻ, ഒരു ജനതയെ അള്ളാഹു അച്ചടക്കം, ശാന്തത പഠിപ്പിച്ചു. എങ്ങനെ? ബി ഖൗലിഹി, അള്ളാഹുവിൻ്റെ വചനം കൊണ്ട്. യാ അയ്യുഹല്ലദീന ആമനൂ ലാ തർഫഉ അസ്വാതക്കും ഫൗക സൗത്തിൻ നബി. നബിയുടെ ശബ്ദത്തേക്കാൾ നിങ്ങളുടെ ശബ്ദം ഉയരാൻ പാടില്ല. ഇത് നബിയുടെ വഫാത്ത് കഴിഞ്ഞ് എത്രയോ കാലങ്ങൾക്ക് ശേഷമാണെന്നറിയോ.
അപ്പോൾ രാജാവ് മാത്രമല്ല, എല്ലാവരും നിശബ്ദരായിപ്പോയി. മാലിക് ബിൻ അനസ് റളിയല്ലാഹു അൻഹു പറഞ്ഞപ്പോൾ ഇതൊരു പ്രത്യേകതയാണ്. നബിയുടെ പള്ളിയുടെ പ്രത്യേകത ഒരുപാടുണ്ട്. നബി ജീവിച്ചിരിക്കുമ്പോഴും അല്ലാത്ത അവസ്ഥയിലും നബിയോട് മത്സരിക്കരുതെന്നാണ്. അതുകൊണ്ട് ഇത്താഴത്ത് ഖുർആൻ പറഞ്ഞ ആയത്തുകളിലെല്ലാം യാ അയ്യുഹല്ലദീന ആമനൂ അത്തീഉല്ലാഹ വ അത്തീഉർ റസൂൽ അങ്ങനെ ചേർത്ത് പറയുന്നത് കാണാം. വിശ്വാസികളെ, നിങ്ങൾ അള്ളാഹുവിന് വഴിപ്പെടണം, അള്ളാഹുവിൻ്റെ റസൂലിനും നിങ്ങൾ വഴിപ്പെടണം. അള്ളാഹുവിനും വഴിപ്പെടണം, അവൻ്റെ റസൂലിനും വഴിപ്പെടണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മൻ അത്താഅർ റസൂൽ ഫഖദ് അത്താഅ അല്ലാഹ്, റസൂലിനെ ആരാണോ അനുസരിക്കുന്നതും വഴിപ്പെടുന്നതും അവൻ അള്ളാഹുവിന് വഴിപ്പെട്ടു എന്നാണ് അതിൻ്റെ അർത്ഥം. ഇപ്പം ഈ ജീവിതകാലത്ത് ഒരു വിശ്വാസിയുടെ സമൂല ജീവിതത്തിൻ്റെ അച്ചടക്കം ഉൾക്കൊള്ളുന്നത് നബിയിൽ നിന്നാണ്. അങ്ങനെ ഒരാൾ ജീവിതത്തിൽ പരിപാലിച്ചാൽ, ശീലിച്ചാൽ അവൻ അള്ളാഹുവിനെ അനുസരിച്ചു വഴിപ്പെട്ടു എന്നാണ് അതിൻ്റെ അർത്ഥം. സൂറത്ത് ആലു ഇമ്രാൻ, ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഊനി യുഹിബ്ബുക്കുമുല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ, അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ ഇഷ്ടം നിങ്ങൾ പ്രതീക്ഷിക്കുകയാണ്, അള്ളാഹുവിനെയാണ് നിങ്ങൾ സ്നേഹിക്കുന്നത് എങ്കിൽ അള്ളാഹുവിൻ്റെ റസൂല് എന്നെ നിങ്ങൾ അനുസരിക്കുക, പിന്തുടരുക, അനുധാവനം ചെയ്യുക, എന്നെ പിൻപറ്റുക. എന്നാൽ അള്ളാഹു നിങ്ങളെ ഇഷ്ടപ്പെടുന്നതാണ്. നബിയെ പിന്തുടർന്നാൽ, അതുപോലെ നബിയെ പിൻപറ്റിയാൽ അള്ളാഹു ഇഷ്ടപ്പെടുക മാത്രമല്ല, യഗ്ഫിർ ലക്കും മിൻ ദുനൂബിക്കും, നിങ്ങളുടെ ദോഷങ്ങളെല്ലാം പുറത്തു തരും. മുൻപ് ശബ്ദമുയർന്നാൽ അമലുകളെല്ലാം നഷ്ടപ്പെട്ടു പോകലാണ്. ഇവിടെ അള്ളാഹുവിനും അള്ളാഹുവിൻ്റെ റസൂലിനും വഴിപ്പെട്ടാൽ വിശ്വാസികളെ സംബന്ധിച്ച് വലിയ ഒരു അനുഗ്രഹമാണെന്ന് ഖുർആൻ പ്രഖ്യാപിക്കുന്നു. അങ്ങനെ ഒരുപാട് ആയത്തുകളിൽ നബിയെ പരിചയപ്പെടുത്തുന്ന, അല്ലെങ്കിൽ നബിയുടെ സ്ഥാനം ബോധ്യപ്പെടുത്തുന്ന വചനങ്ങൾ കാണാം. സൂറത്തുൽ ളുഹ, അത് എല്ലാവർക്കും സുപരിചിതമാണ് ആയത്ത്. വല്ലുഹ, അത് കുറേ സത്യം ആദ്യം പറഞ്ഞിട്ടാണ് നബിയുടെ ജീവിതത്തിൻ്റെ തുടക്കം മുതൽ അവസാനം വരെയുള്ള കാര്യങ്ങൾ വിവരിക്കുന്നു. വല്ലുഹ വല്ലൈലി ഇദാ സജ, ഒരു ഉണ്മപ്രഭാതം, ഒരു പ്രഭാതം സത്യം, രാത്രി സത്യം. വല്ലുഹ വല്ലൈലി ഇദാ സജ മാ വദ്ദഅക റബ്ബുക വമാ ഖല, അള്ളാഹു നിന്നോട് വെറുപ്പ് കാണിച്ചിട്ടില്ല, അവഗണിച്ചിട്ടില്ല ഒരിക്കലും. അള്ളാഹു നിന്നെ ഒരിക്കലും ഒറ്റപ്പെടുത്തുകയും ചെയ്തിട്ടില്ല. വലൽ ആഖിറത്തു ഖൈറുൽ ലക മിനൽ ഊലാ, ഈ ഭൗതിക ജീവിതത്തിലും ഉത്തമം നിനക്ക് പാരത്രിക ജീവിതമാണ്. ഫസൗഫ യുഅതീക റബ്ബുക ഫത്തർളാ, അന്ന് നീ തൃപ്തിപ്പെടും, അള്ളാഹു നിനക്ക് നൽകാൻ പോകുന്ന ചില സ്ഥാനം. അത് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് മാത്രം അള്ളാഹു നിശ്ചയിച്ച കുറേ കാര്യങ്ങളുണ്ട്. ബുഖാരിയുടെ ഒരു ഹദീസിൽ അതിൽ 5 കാര്യങ്ങൾ എടുത്തുദ്ധരിക്കുന്നുണ്ട്. ലിവാ ഉൽ ഹംദ്, ഞാനാണ് ആദ്യമായി മഹ്ശറിലേക്ക് യാത്രയാക്കപ്പെടുന്ന ആദ്യത്തെ മനുഷ്യൻ, ആദമിൻ്റെ മക്കളിൽ ഞാനാണ്. ലാ ഫഖർ, ഇതൊരു ദുരഭിമാനം പറഞ്ഞതല്ല, എൻ്റെ കയ്യിലാണ് ലിവാ ഉൽ ഹംദ്, മുഴുവൻ നബിമാരുടെയും മുകളിലാണപ്പോൾ അത്. ഹൗലുൽ കൗസർ എനിക്ക് നൽകപ്പെട്ടതാണ്, വേറെ ആർക്കുമില്ല. അത് ഒരുപാട് 1.25 ലക്ഷം അല്ലെങ്കിൽ അതിലധികം അംബിയാ മുർസലുകളുണ്ട്. ഷഫാഅത്തിൻ്റെ സ്ഥാനം എനിക്കുള്ളതാണ്, അതിൻ്റെ അവകാശം നൽകപ്പെട്ടയാൾ ഞാനാണ്.
ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പാരത്രിക ലോക സ്ഥാനത്തെ വിശുദ്ധ ഖുർആനിൻ്റെ അടിസ്ഥാനത്തിൽ അള്ളാഹുവിൻ്റെ റസൂൽ അനുയായികളെ ബോധ്യപ്പെടുത്തുകയുണ്ടായി. അതുകൊണ്ടാണ് നബിയുടെ ഷഫാഅത്തുൽ കുബ്ര അല്ലെങ്കിൽ ഷഫാഅത്തുൽ ഉളുമ, അതാണ് മുസ്ലിം ഉമ്മത്തിൻ്റെ പ്രതീക്ഷ, വിജയത്തിൻ്റെയും രക്ഷയുടെയും. അല്ലാതെ നമ്മുടെ അമലുകളും നമ്മുടെ വലിപ്പമൊന്നും നോക്കിയിട്ടൊന്നുമല്ല പരലോക വിജയം. അള്ളാഹുവിൻ്റെ റസൂൽ ഇടപെടുന്നു എന്നതൊരു വലിയ ശുഭപ്രതീക്ഷ നൽകുകയാണ്. അത് ഒരുപാട് സംഭവങ്ങൾ പിന്നെ വിവരിക്കുന്നുണ്ട്. നീ അനാഥനായി വളർന്നയാളാണ്. അലം യജിദ്ക യതീമൻ ഫആവ, അനാഥത്വത്തിൽ നിന്ന് പടിപടിയായി ഉയർത്തിയിട്ട് സ്വയം പര്യാപ്തതയിൽ നബിയാക്കി, അള്ളാഹു ആക്കി നബിയെ. വവജദക ളാല്ലൻ ഫഹദ, കൃത്യമായ ദിശാബോധം അറിയില്ലായിരുന്നു. അള്ളാഹു അത് വളരെ കൃത്യതയാർന്ന, അതാണ് ഉറപ്പാർന്ന ഒരു ദിശാബോധത്തിൽ നിന്നെ അള്ളാഹു അടിയുറപ്പിച്ച് നിർത്തി. ആ നബിയെ വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഫത്ഹ്, മുഹമ്മദുൻ റസൂലുള്ളാഹ് വല്ലദീന മഅഹു അഷിദ്ദാഉ അലൽ കുഫാർ റുഹമാഉ ബൈനഹും. ഇവിടെ രണ്ട് കാര്യമാണ് ഉണർത്തുന്നത്. ഒന്ന്, നബിയെ ഷഹാദത്തിൽ അംഗീകരിച്ച മുസ്ലിം ലോകത്തിൻ്റെ സവിശേഷ സ്വഭാവം ഈ ആയത്തിലുണ്ട്. മുസ്ലിമുകളുടെ, നമ്മളൊക്കെ അതിന് എത്രത്തോളം അർഹരാണ് എന്നതൊക്കെ നിങ്ങൾ ആലോചിക്കേണ്ടതാണ്, വേറെ വശമാണ്. മുഹമ്മദ് അള്ളാഹുവിൻ്റെ റസൂലാണ്. വല്ലദീന മഅഹു, അദ്ദേഹത്തെ സഹായിച്ചുകൊണ്ടിരിക്കുന്ന, സഹായികളായി നബിയെ പിന്തുടർന്ന് ജീവിക്കുന്ന ആളുകൾ. അഷിദ്ദാഉ അലൽ കുഫാർ, കുഫിരിയത്തിനോട് കടുത്ത വെറുപ്പും എതിർപ്പും ശക്തമായ ശത്രുതയും വച്ച് പുലർത്തുന്നവരാണ്. റുഹമാഉ ബൈനഹും, ഈ കാഠിന്യം മനസ്സിൻ്റെ ഒരു ഭാഗത്ത് നിലനിർത്തുമ്പോൾ സത്യനിഷേധത്തോട്, മറുഭാഗത്ത് അവരുടെ ഹൃദയം തരളിതമാണ്. എന്ത് വിഷയത്തിൽ? റുഹമാഉ ബൈനഹും, അവർക്കിടയിൽ വലിയ കാരുണ്യ ബന്ധമാണ് മുസ്ലിമുകൾ. അത്ര ദയാവായ്പോടെയാണ് അവർ പരസ്പരം ഒരുമിച്ച് ജീവിക്കുന്നതെന്ന്. അപ്പോൾ നമ്മളതിനകത്ത് പെടില്ല എന്ന് വളരെ എളുപ്പം മനസ്സിലാവും. മുസ്ലിം ലോകത്തിൻ്റെ, നബിയെ സാക്ഷ്യം അംഗീകരിച്ച മുസ്ലിം ലോകത്തിൻ്റെ സവിശേഷത പറഞ്ഞതാണത്. തറാഹും റുക്കഅൻ സുജ്ജദൻ, അവർ നിയമമനുസരിച്ച് ജീവിക്കും, അള്ളാഹുവിനെ സാഷ്ടാംഗം നമിക്കും, നമസ്കരിക്കുന്നവരാണ്. സീമാഹും ഫീ യബ്തഗൂന ഫളിലൻ മിനല്ലാഹി വറിദ്വാന, അള്ളാഹുവിൻ്റെ ഔദാര്യവും തൃപ്തിയും തേടുന്നവരാണ് അവരെല്ലാവരും. സീമാഹും ഫീ വുജൂഹിഹിം, അവരുടെ മുഖങ്ങളിൽ ചില അടയാളങ്ങളുണ്ട്. മിൻ അസരി സുജൂദ്, സുജൂദിൻ്റെ സ്ഥാനങ്ങളിൽ ഉണ്ടാകുന്ന അടയാളങ്ങൾ. ദാലിക മസലുഹും ഫിത് തൗറാത്ത്, മുൻകഴിഞ്ഞ വേദങ്ങളിൽ നബിയുടെ ഉമ്മത്തുകളെ ഉപമിച്ച ഉപമ തോറയുടെ നിയമങ്ങളിൽ അങ്ങനെയാണ്, തൗറാത്ത് എന്ന പുസ്തകത്തിൽ അങ്ങനെയാണുള്ളത്. വ മസലുഹും ഫിൽ ഇഞ്ചീൽ, അത് ഇഞ്ചീലിലേക്ക് വന്നാൽ, ഈസാ നബി അലൈഹി സ്വലാമിൻ്റെ ഇഞ്ചീലിലേക്ക് വന്നാൽ, കസർഇൻ, അതൊരു കൃഷി പോലെയാണ്. അപ്പോൾ ഈസാ നബിയുടെ ഇതിലേക്ക് വന്നു കഴിയുമ്പോൾ, ഇഞ്ചീലിലേക്ക് വന്നു കഴിയുമ്പോൾ, മുസ്ലിം ഉമ്മ എന്ന് പറഞ്ഞാൽ കർഷകരെ സംബന്ധിച്ച് വിത്ത് വിതച്ചു, അതെല്ലാം മുളച്ച് വളരെ സമൃദ്ധമായി ഏതൊരാളും നോക്കി നിന്നു പോകുന്ന ക്രമത്തിൽ വളരെ ഭംഗിയായി ഇങ്ങനെ വളർന്ന് ഇടതൂർന്ന് കായ്ഫലങ്ങളായി വരികയാണ്. അതാണ് കർഷകരെ സംബന്ധിച്ച ആനന്ദം. അതാണ് ഈ ലോകത്ത് മുസ്ലിം ഉമ്മത്തിൻ്റെ നിലനിൽപ്പ്. ഇഞ്ചീലിലെ ഉപമയാണ് ഈ പറഞ്ഞത്. അപ്പോൾ നബിയെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുകയും അംഗീകരിക്കുകയും സത്യസാക്ഷ്യം ജീവിതത്തിൽ പരമാവധി നിലനിർത്താൻ ശ്രമിക്കുകയും ചെയ്താൽ മഹ്ശറയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ ഷഫാഅത്തുൽ കുബ്ര എന്ന ഏറ്റവും വലിയ പ്രതീക്ഷയ്ക്ക് നമ്മൾ പാത്രമാകാൻ സാധ്യതയുണ്ട്. പരിശ്രമിച്ചു നോക്കുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ.
മുസ്ലിമുകൾ വ്യതിചലിക്കാതിരിക്കാൻ അള്ളാഹുവിൻ്റെ റസൂൽ ഉറപ്പ് നൽകിയ രണ്ട് കാര്യങ്ങളിലൊന്ന് ഖുർആനും മറ്റൊന്ന് ഹദീസുമാണ്. അത് ഹജ്ജത്തുൽ വിദാഇൽ ഏതാണ്ട് 1,40,000-ഓളം സഹാബികളുടെ പൂർണ്ണമായ ശ്രദ്ധയിലും കേൾവിയിലും നബി കൈമാറി. തറക്തു ഫീക്കും അംറൈൻ, ഇമാം മാലിക് അലൈഹി റഹ്മയുടെ മുവത്തയിലെ മുർസലായ ഒരു ഹദീസ്. നിങ്ങൾക്ക് രണ്ട് കാര്യം ഞാൻ ചുമതലപ്പെടുത്തുന്നു, നിങ്ങളെ ഏൽപ്പിക്കുന്നു. ലൻ തളില്ലു മാ തമസ്സക്തും ബിഹിമ, അത് രണ്ടും വളരെ നന്നായി അവലംബിച്ചാൽ നിങ്ങൾ വഴിപിഴച്ചു പോവില്ല. അപ്പോൾ അള്ളാഹുവിലും അവൻ്റെ റസൂലിലുള്ള ഈമാനിൽ അടിയുറച്ച് ലോകത്തിനും ജനങ്ങൾക്കും സാക്ഷികളായി മാതൃകയായി ജീവിക്കാം. അതൊന്ന് അല വഹിയ കിതാബുള്ള, അള്ളാഹുവിൻ്റെ കിതാബാണ്. രണ്ട് വസുന്നത്തി, എൻ്റെ ചര്യയുമാണ്. അപ്പോൾ നബി ഒരു വളരെ ക്ലേശം സഹിച്ചും കഷ്ടതകൾ പേറിയും പ്രയാസം അനുഭവിച്ചും ഉദ്യോഗജനകമായ ദിനരാത്രങ്ങൾ ഉൾക്കൊണ്ടും ജീവിച്ചയാളാണ്. നബിയോടൊപ്പം ജീവിച്ച സഹാബികളെയാണ് അള്ളാഹു പ്രശംസിച്ചത്, മഹത്വവൽക്കരിച്ചത്. അത് നമ്മുടെ മാതൃകാ പുരുഷന്മാരാണെന്ന് ഖുർആൻ എടുത്തു പറയുകയും ചെയ്യുന്നുണ്ട്. ഖൈറുന്നാസി ഖർനി, മനുഷ്യരിൽ ഏറ്റവും നല്ലവർ എന്നോടൊപ്പം ജീവിച്ച ഈ അനുചരരാണ്. സുമ്മല്ലദീന യലൂനഹും സുമ്മല്ലദീന യലൂനഹും, പിന്നീട് അതിനടുത്ത് വന്ന നൂറ്റാണ്ട്, അതിനടുത്ത് വന്നത്, അല്ലെങ്കിൽ തൊട്ടടുത്ത തലമുറ, അതിനടുത്ത തലമുറ, ഇങ്ങനെ 3 തലമുറകളാണ് ഏറ്റവും ഉത്തമരായ ആളുകൾ. റസൂലുള്ള ഒരു ഇർബാദ് ബിൻ സാരിയ റളിയല്ലാഹു അൻഹു വഴി ഉദ്ധരിച്ചൊരു ഹദീസിൽ ഒരു നമസ്കാരം കഴിഞ്ഞ് സഹാബികളുടെ നേരെ തിരിഞ്ഞിരുന്നിട്ട് യൂഷിക്കു അൻ യഅ്തിയ സമാനുൻ അലാ ഉമ്മത്തി, എൻ്റെ ഉമ്മത്തുകളുടെ മേലൊരു കാലം വരുന്നത് ഞാൻ ആശങ്കയോടെ കാണുന്നു. അങ്ങനെ ഒരു വരാനിരിക്കുന്നൊരു കാലത്തെക്കുറിച്ചാണ്. അന്ന് ഒരുപാട് ഫിത്നകളുടെ കാലമാണത്. അപ്പോൾ നിങ്ങളെന്താണ് ചെയ്യേണ്ടത്? അതാണ് നമ്മുടെ വിഷയം. അലൈക്കും ബി സുന്നത്തി വ സുന്നത്തി ഖുലഫാഇഹി റാഷിദീൻ അൽ മഹ്ദിയീൻ, സച്ചരിതരായ ഖലീഫമാർ. എനിക്ക് വരാൻ പോകുന്ന 4 ഖലീഫമാരെ കുറിച്ചുള്ള ഒരു വലിയ പ്രഖ്യാപനമാണ്. എൻ്റെ സുന്നത്തും സച്ചരിതരായ എൻ്റെ ഖലീഫമാരെയും നിങ്ങൾ പിന്തുടരുക, അണപ്പല്ലുകൊണ്ട് മുറുകെ പിടിക്കുക, നിങ്ങൾ വഴിവഴിച്ചു പോവുകയില്ല എന്നർത്ഥം. ആയിഷ റളിയല്ലാഹു അൻഹ വഴി ഇമാം ബുഖാരി ഉദ്ധരിക്കുന്നൊരു ഹദീസ്, ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു അൻഹ, മൻ അഹദസ ഫീ അംരിനാ ഹാദാ, നമ്മുടെ ഈ ദീനിൻ്റെ കാര്യത്തിൽ ആരെങ്കിലും പുതിയതെന്തെങ്കിലും ഉണ്ടാക്കിയാൽ. അപ്പോൾ അവിടെ ഒരു വലിയ വിഷയം വരുന്നത്, റിസാലത്ത് പൂർണ്ണമായില്ല എന്ന് ജനങ്ങൾക്ക് തെറ്റിദ്ധാരണ വരും. പുതിയതൊരെണ്ണം, ഒരു നല്ല കാര്യം നമ്മൾ ഉണ്ടാക്കിയാൽ എന്ത് ധരിക്കും? മുഹമ്മദ് നബിയുടെ റിസാലത്ത് പൂർത്തിയായില്ല, നബിമാർ ചെയ്യേണ്ട കാര്യം ഇപ്പം ഞങ്ങൾ പണ്ഡിതന്മാരാ ചെയ്യണമെന്ന് വരൂലേ? അതുകൊണ്ട് പുതിയതെന്തെങ്കിലും ഉണ്ടാക്കിയാൽ മാ ലൈസ മിൻഹു, ഈ ഖുർആനിലും ഇല്ല ഹദീസിലും ഇല്ല, കാരണം ആ കാലഘട്ടത്തിലൊന്നുമില്ല. ഫഹുവ റദ്ദുൻ, അത് തടയപ്പെടേണ്ടതാണ്, തള്ളപ്പെടേണ്ടതാണ്. വളരെ കൃത്യമായൊരു ദിശാബോധം നൽകുന്നതാണ്. മുസ്ലിമുകൾ അവരുടെ ഇസ്ലാമിക ജീവിതത്തിന് ഖുർആനിനെ അവലംബിക്കുന്ന, നബിയെ അവലംബിക്കുന്ന ഒരു സൂക്ഷ്മതാബോധം, തഖ്വയുടെ ചിന്ത മുസ്ലിം ഹൃദയങ്ങളിൽ ജനിച്ചാൽ ഇന്ന് കാണുന്ന എല്ലാ കാണിച്ചുകൂട്ടലുകളുണ്ട്, അനാചാരങ്ങളുണ്ട്, അങ്ങനെ ബിദ്അത്തുകളേ ഉള്ളൂ ഇന്ന് മുസ്ലിമീങ്ങൾക്ക്. പണ്ടൊരു കുട്ടിക്ക് സൈക്കിൾ വാങ്ങിച്ചു കൊടുത്തിട്ട് അപ്പോൾ അവനതിലാദ്യം ബെല്ല് ഫിറ്റ് ചെയ്തു, അപ്പോൾ കിണീണി ശബ്ദം കേൾക്കും. പിന്നെ ലൈറ്റ് ഫിറ്റ് ചെയ്തു, പിന്നെ ഹാൻഡിലിൽ തൂവലുകൾ ഫിറ്റ് ചെയ്തു, പിടിക്കാൻ കുറച്ചുകൂടി വലിപ്പമുള്ളത് ഇട്ടു, കാരണം ഈ ചെറുത് പോരല്ലോ പിടിക്കാൻ, ഹാൻഡിലിൻ്റെ പുറ. പിന്നെ ഓരോ കമ്പിക്കും 1, 8, 10, 11, 33 വരെയും മുത്തുകൾ ഇട്ടു. അത് വർണ്ണാഭമായ മുത്തുകൾ, സീറ്റിൻ്റെ അവിടെയും പിന്നിലും
അതിൻ്റെ ഫ്രെയിമിലും ഒക്കെ സൈക്കിള് കാണാൻ പാടില്ല. ആ രൂപത്തിലായി അഡീഷണൽ ഫിറ്റിംഗായി പറഞ്ഞ ഇസ്ലാം മതത്തിൻ്റെ ഇന്നത്തെ അവസ്ഥ അതാണ്. ദീനിനെ ആർക്കും ഒരു സ്ഥലത്തും പെട്ടെന്ന് കാണാൻ കഴിയില്ല. അത് കാണണമെങ്കിൽ ഈ അഡീഷണൽ ചേർത്ത് വച്ചതൊക്കെ മാറ്റിയാലേ കാണാൻ കഴിയൂ. ഇതൊക്കെ ആലോചനയ്ക്ക് വിധേയമാക്കേണ്ടതാണ് എന്നെല്ലാവരെയും ഉണർത്തുന്നു.